ബി.ജെ.പി. സംസ്ഥാന ഭാരവാഹി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. തെരഞ്ഞെടുപ്പ് അവലോകനമാണ് മുഖ്യ അജണ്ട. പ്രകാശ് ജാവദേക്കറുടെ സാന്നിധ്യത്തിൽ ചേരുന്ന യോഗത്തിൽ ഇ പി ജാവദേക്കർ കൂടിക്കാഴ്ചയും ചർച്ചയാകും. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൺഫിലിറ്റ്, തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യത്തെ സംസ്ഥാന ഭാരവാഹി യോഗമാണ് എന്ന നിലയിൽ തന്നെയാണ് ഈ ഒരു യോഗത്തിന് പ്രാധാന്യമുള്ളത്. പ്രതീക്ഷകൾ പങ്കുവയ്ക്കാനുണ്ട്, ചില വിലയിരുത്തലുകൾ നടത്താനുണ്ട്, ഒപ്പം തെരഞ്ഞെടുപ്പ് ദിനത്തിലടക്കമുണ്ടായ ചില വിവാദങ്ങളും ചർച്ച ചെയ്യാനില്ലേ? ശ്രീജ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ചേരുന്ന ആദ്യത്തെ അവലോകന യോഗവും ആദ്യത്തെ ഔദ്യോഗിക യോഗവുമാണ് ബി.ജെ.പി. ഭാരവാഹി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നത്. കേരളത്തിലെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കറുടെ നേതൃത്വത്തിൽ തന്നെയാണ് യോഗം ചേരുന്നത്. ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങൾ, അതായത് ബി.ജെ.പി. കേരളത്തിലെ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങൾ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശ്ശൂർ ഈ മണ്ഡലങ്ങളിൽ ഇപ്പോഴും വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. ഇവിടങ്ങളിലൊക്കെ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന മറ്റു മണ്ഡലങ്ങൾ, ഒപ്പം കോഴിക്കോട്, ആലപ്പുഴ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെയും പ്രതീക്ഷയുണ്ട്. പക്ഷേ ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെയും പോളിംഗ് ശതമാനം എത്രയായിരുന്നു, ഇവിടുത്തെ വോട്ട് വിഹിതം എത്രത്തോളം ഉയരും, ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിക്കുന്നത് തുടങ്ങിയ വിഷയങ്ങളായിരിക്കും പ്രധാനമായും യോഗം ചർച്ച ചെയ്യുക. അതോടൊപ്പം തന്നെ 5 മണ്ഡലങ്ങളിൽ വിജയിക്കുമെന്ന് ഉറപ്പിച്ചായിരുന്നു പ്രചരണത്തിൽ ഇറങ്ങിയെങ്കിലും ഒടുവിൽ ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിക്കുന്നത് തിരുവനന്തപുരത്തും തൃശ്ശൂരും തന്നെയാണ്. അതേസമയം തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 2 തവണയും 2ാം സ്ഥാനത്തായിരുന്നു പോരുന്നത്. വലിയ രീതിയിൽ തന്നെ വോട്ട് ഷെയറൊക്കെ ഉയർന്നൊരു മണ്ഡലമാണ്. ഇത്തവണ വിജയത്തിനപ്പുറം മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഒരു അനിഷ്ടതയോ ഏതെങ്കിലും രീതിയിലൊക്കെ ഉണ്ടോ, ഏതൊക്കെ രീതിയിൽ ഇവിടെയെങ്കിലും വോട്ട് ചോർച്ച ഉണ്ടായിട്ടുള്ളോ തുടങ്ങിയ വിഷയങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നു. മറ്റൊന്ന്, ചില മണ്ഡലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികളടക്കം തന്നെ ചില നീരസവും ഒക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ചില നേതൃനിരയിൽ നിന്ന് തന്നെ വലിയ രീതിയിൽ സഹകരണം ഉണ്ടായില്ല, ജില്ലാ ഘടകങ്ങളിൽ നിന്ന് വലിയ രീതിയിൽ സഹകരണം ഉണ്ടായിരുന്നില്ല എന്ന് തുടങ്ങിയ ആക്ഷേപങ്ങൾ സ്ഥാനാർത്ഥികളടക്കം പ്രമുഖ നേതാക്കൾ ചില മണ്ഡലങ്ങളിലെങ്കിലും പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. ഈ പരാതികളും ആക്ഷേപങ്ങളും ഒക്കെ തന്നെ ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യും. അതായത് തൃശ്ശൂരിൽ തന്നെ സുരേഷ് ഗോപി അവിടെ തൻ്റെ പ്രവർത്തനത്തിന് ബി.ജെ.പിക്കുള്ളിൽ തന്നെ ചില ഗ്രൂപ്പ് കളികളും വിഭാഗീയതകളും ഒക്കെ ചെറിയ തോതിലെങ്കിലും ഉണ്ടായിരുന്നു എന്ന് സുരേഷ് ഗോപി പരാതിയുമായൊക്കെ രംഗത്ത് വന്നിരുന്നു. അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ വി മുരളീധര പക്ഷം വലിയ രീതിയിലൊരു സഹകരണം ഉണ്ടായില്ല എന്ന രീതിയിൽ ചില ആക്ഷേപങ്ങളുമൊക്കെ ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥി ഉയർത്തിയിരുന്നു. അതോടൊപ്പം വി മുരളീധരൻ ആറ്റിങ്ങലിലും വി മുരളീധരന് ചില വലിയ രീതിയിൽ ഒരു വിഭാഗത്തിൻ്റെ രീതിയിൽ സഹകരണം വലിയ രീതിയിൽ ഉണ്ടായില്ല എന്ന് അവിടെയും ആറ്റിങ്ങലിലും പരാതി ബി.ജെ.പി. വിഭാഗത്തിനോടൊപ്പം തന്നെ കോഴിക്കോട് M.T. രമേശ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലും വലിയ രീതിയിലുള്ള ഒരു സഹകരണം ചില ഘടകങ്ങളിൽ നിന്ന് ചില കോണുകളിൽ നിന്നൊക്കെ ഉണ്ടായില്ല എന്ന പരാതികളുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളും ഏതെങ്കിലും മണ്ഡലങ്ങളിലൊക്കെ ഗ്രൂപ്പ് പ്രവർത്തനമോ അല്ലെങ്കിൽ വിഭാഗീയ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ, ഇതടക്കമുള്ള പരാതികളൊക്കെയാണ് ഇന്ന് ചേരുന്ന അവലോകന യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യും. ഒപ്പം ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ ഏത് രീതിയിലായി വോട്ട് വിഹിതം ഉയർന്നത്, എവിടെയെങ്കിലും വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ടോ, മുൻ വർഷങ്ങളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ അപേക്ഷിച്ച് എത്രത്തോളം കൂടുതൽ വോട്ട് ഷെയർ ഉയർത്താനാകുമെന്ന് തുടങ്ങിയതടക്കമുള്ള വിഷയങ്ങളാണ് യോഗം ചർച്ച ചെയ്യുക. അതോടൊപ്പം ഏറ്റവും സുപ്രധാനമായത് വോട്ടിംഗ് ദിനത്തിൻ്റെ അന്ന് തന്നെ ഏറ്റവും പ്രധാനമായി ഇ പി ജയരാജനും പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച വലിയ രീതിയിൽ തന്നെ ചർച്ചയായിരുന്നു. ഈ വിഷയം അന്ന് തന്നെ വിവാദമാക്കുകയുണ്ടായിരുന്നു. ഈ രീതിയിലൊരു ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ പോലും ആ ചർച്ചയുടെ വിശദാംശങ്ങളോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലൊക്കെ ചർച്ചയാക്കിയതിൻ്റെ ഒരു പ്രധാന കാരണം ശോഭാ സുരേന്ദ്രനാണ്. ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ ശോഭാ സുരേന്ദ്രനാണ്. ഒരുപക്ഷെ ഈ ഒരു വിഷയം ചർച്ചയാവുകയും ശോഭാ സുരേന്ദ്രനെ ഒരുപക്ഷെ ഈ ഒരു വിഷയത്തിൽ വിമർശനമൊക്കെ ഉയരാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. അതോടൊപ്പം തന്നെ പ്രകാശ് ജാവദേക്കർ ഇ പിയുമായുള്ളൊരു കൂടിക്കാഴ്ച സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി തന്നെയായിരുന്നു ആ കൂടിക്കാഴ്ച. അങ്ങനെ ആണോ എങ്കിൽ പോലും, അറിവില്ലാതെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി അല്ല എങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ ഏത് സാഹചര്യത്തിലായിരുന്നു കൂടിക്കാഴ്ച നടക്കാനുള്ള വിഷയങ്ങൾ ഒരുപക്ഷെ പ്രകാശ് ജാവദേക്കർ ഇന്ന് നടക്കുന്ന ഈ സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ വിശദീകരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ചേരുന്ന സംസ്ഥാന ഭാരവാഹി യോഗം ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം കൂടിയാണ്. ഇ പി ജാവദേക്കർ കൂടിക്കാഴ്ചയിലുണ്ടാകുന്ന ഒരു വിശദീകരണം, അതിൽ ചില വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യത, അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങളിലെ വോട്ട് ഷെയറും വോട്ട് വിഹിതത്തിനെ കുറിച്ചുള്ള ഒരു ഏറ്റക്കുറച്ചിലുള്ള ആ രീതിയിലുള്ള ചർച്ച, ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഉയർത്തുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ തന്നെയും വളരെ സജീവമായി ഇന്ന് ചേർന്ന യോഗത്തിൽ ചർച്ചയാകും. ശ്രീജ, ശരി അൻഫിൽ. ബി.ജെ.പി. സംസ്ഥാന ഭാരവാഹി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. തെരഞ്ഞെടുപ്പ് അവലോകനം തന്നെയാണ് മുഖ്യ അജണ്ട. പക്ഷേ പ്രകാശ് ജാവദേക്കറുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ ഇ പി ജാവദേക്കർ കൂടിക്കാഴ്ച അടക്കം മറ്റ് വിവാദങ്ങളും ചർച്ചയാകും. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അൺഫിലിറ്റ് ഡിസൂസ.